ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 118 അധ്യായം 7 വാക്യം. എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. ദാവീദിന്റെ പ്രാർത്ഥനകളിൽ നമുക്ക് ആഴമായ വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പ്രകടനം കണ്ടെത്താൻ കഴിയും. പ്രാർത്ഥനയ്ക്കിടെ നാം നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ പ്രത്യാശയും ധൈര്യവും കൊണ്ടുവരുന്നു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് എന്ന് ദാവീദ് എത്ര ആത്മവിശ്വാസത്തോടെ പറയുന്നുവെന്ന് നോക്കൂ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന എന്നത് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെന്ന് അപേക്ഷിക്കുക മാത്രമല്ല, അത് കർത്താവിൻ്റെ നാമത്തിലുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും പ്രകടമാണ്. ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നത് നൽകുമെന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നത്, ഇതാണ് അതിനെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാക്കുന്നത്. സങ്കീർത്തനം 23 ഒരു ഉദാഹരണമായി എടുക്കുക. അതിൽ ദാവീദ് ഒരിക്കലും ഒന്നിനും വേണ്ടി അപേക്ഷിക്കുന്നില്ല. പകരം വളരെ സന്തോഷത്തോടെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, യഹോവയുടെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടക്കുന്നു എന്ന്. വിശ്വാസത്തിന്റെ മനോഹരമായ ഒരു ഏറ്റുപറച്ചിലാണിത്. പ്രാർത്ഥനാ സമയത്ത് നമുക്കും സമാനമായ പ്രഖ്യാപനങ്ങൾ നടത്താം. കർത്താവെ, നീ എപ്പോഴും എന്നോടൊപ്പമുണ്ട്, നന്ദി. നീ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, കൈവിട്ടിട്ടില്ല, നന്ദി. നീ എന്നോടൊപ്പം ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും നീ എന്നെ സ്വീകരിക്കും. ഇത് സങ്കീർത്തനം 27 അധ്യായം 10 വാക്യത്തെ നമുക്ക് കാണാം. വിശ്വാസത്തിൻ്റെ ഈ സ്ഥിരീകരണങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്നു. അവ ദൈവത്തിൻ്റെ മധുര സാന്നിധ്യം നമ്മെ ചുറ്റിപ്പിടിപ്പിക്കുന്നു. ദൈവം തൻ്റെ സന്നിധിയിൽ വസിക്കുന്നവർക്കായി നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുക. വിശ്വാസത്തോടെ അവ ഏറ്റുപറയുക. കർത്താവ് എന്നെ ചുറ്റിപ്പറ്റിയാണ്, അവൻ തൻ്റെ വലത് കൈ പിടിച്ച് എന്നെ നയിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണതയും നിത്യാനന്ദവും ഉണ്ട്. കർത്താവിനോടൊപ്പം എനിക്കൊരു മതിൽ ചാടി ഒരു സൈന്യത്തിനെതിരെ പോരാടാൻ കഴിയും. ഞാൻ സർവശക്തൻ്റെ നിഴൽക്കീഴിൽ വസിക്കും. തീർച്ചയായും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും എന്ന് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്. യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഇത് മത്തായി 28 അധ്യായം 20 വാക്യത്തിൽ നമുക്ക് കാണാം. ഈ വാഗ്ദാനം മുറുകെ പിടിച്ച് വിശ്വാസത്തോടെ ഏറ്റുപറയുക. തിരുവെഴുത്ത് പറയുന്നു, ദൈവസ്നേഹമോ നാം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ ഇതാണ് നമ്മുടെ വിശ്വാസം എന്ന്. ഇത് 1 യോഹന്നാൻ 5 അധ്യായം 3-4 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. വിശ്വാസത്താൽ നിങ്ങളുടെ വിജയം പ്രഖ്യാപിക്കുകയും വിജയകരമായി മുന്നേറുകയും ചെയ്യുക. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം റോമർ 10 അധ്യായം 10-11 വാക്യങ്ങൾ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 70-71 അധ്യായങ്ങൾ, വൈകുന്നേരം റോമർ 8 അധ്യായം 22 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.